ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. തലേ ദിവസം അരിയൊന്നും കുതിർത്ത് വെക്കാതെ രാവിലെ തന്നെ അരച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറക്കാതെ ആ കുഞ്ഞു ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3/4 കപ്പ് ചെറുപയർ പരിപ്പാണ് ചേർക്കുന്നത്. ഇതിന് പകരം തൊലിയോടുകൂടി മുഴുവൻ ചെറുപയർ വേണമെങ്കിലും ചേർക്കാം. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മാത്രം ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ചോറ് ഒന്നും ചേർക്കുന്നില്ല. ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. നന്നായിട്ട് നമുക്കൊരു 3-4 വട്ടം ഇത് കഴുകി നികക്കെ അതിൽ അല്പം കൂടെ മുമ്പിൽ നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് നമുക്കിത് 2 മണിക്കൂറൊന്ന് കുതിരുന്നതിനായിട്ട് വയ്ക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മിക്സിയുടെ വലിയ ബൗളിലേക്ക് ഒരു 2 പച്ചമുളക്, പിന്നെ 2 ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6-7 അല്ലി ചുമന്നുള്ളി തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി, ഒരു തണ്ട് കറിവേപ്പില. ചുവന്നുള്ളിയിൽ നന്നായിട്ട് സൾഫറൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് നല്ലതാണ് ചുവന്നുള്ളി ചേർത്ത് നമ്മൾ ഇങ്ങനെ തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പും ഉഴുന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് മുഴുവനായിട്ട് ഈ വലിയ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിച്ചിരി വെള്ളം കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം അങ്ങ് മാറ്റി വെക്കുവാണ്. ഇത് ഇത്രയും മതി. ഇതുപോലെ നികക്കെ നിൽക്കുന്നത് പോലെ മാത്രം മതി വെള്ളം. നമുക്കിനി 1 മിനിറ്റ് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. നമുക്ക് വലിയൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനി നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ നമുക്കിത് ചുടാം. ആ മിക്സിയുടെ ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് അതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നന്നായിട്ടിത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ ചട്നി ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ടൊമാറ്റോ ചട്നിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചട്നിയും കൂട്ടി ഈ ദോശ കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ ദോശക്കല്ല് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ചേർക്കാം. നന്നായിട്ട് എണ്ണ തടവിയിട്ട് ഓരോ തവി മാവ് വീതം ഒഴിച്ച് നന്നായിട്ട് തിന്നായിട്ട്, എത്രയും തിന്നായിട്ട് സ്പ്രെഡ് ചെയ്യാവോ അത്രയും തിന്നായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലായി കഴിയുമ്പോഴത്തേക്ക് ഇത് ഒരു സൈഡ് മൊരിഞ്ഞ് കിട്ടും. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഞാൻ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ആദ്യം ചേർത്ത ആ എണ്ണ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പം മറ്റേ സൈഡും തിരിച്ചിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാം. ഇനി 2 സൈഡും മൊരിച്ചെടുക്കണമെന്ന് ഇല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം നന്നായിട്ടങ്ങ് മൊരിച്ചെടുത്താൽ മതി. അപ്പം രണ്ടാമത്തെ ദോശ ഞാൻ ഒരു സൈഡ് മാത്രമേ മൊരിച്ചെടുക്കുന്നുള്ളൂ. നമുക്ക് വീണ്ടും അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു തവി മാവ് ഒഴിച്ച് തിന്നായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് നന്നായിട്ട് ഇത് ചുറ്റിച്ചെടുക്കാൻ പറ്റും. അപ്പം വളരെ പ്രോട്ടീൻ റിച്ച് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണിത്. ഷുഗർ പേഷ്യൻസിനൊക്കെ ധൈര്യമായിട്ട് കഴിക്കാം. കാരണം അരിയൊന്നും ഇതിൽ അടങ്ങിയിട്ടില്ലാത്ത കൊണ്ട് ധൈര്യമായിട്ടിത് കഴിക്കാം. രണ്ടാമത്തെ ദോശ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാനത് മടക്കി എടുക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ദോശയായിട്ട് നമുക്ക് എടുക്കാം. എത്ര എളുപ്പമാണ് അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. എല്ലാ ദോശയും അങ്ങനെ. ഇതിപ്പോൾ ഒരു 2-3 പേർക്ക് കഴിക്കാം. ഒരു കപ്പ് എടുക്കുവാണെങ്കിൽ 4 പേർക്ക് കണക്കിനുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ചട്നി അടിപൊളി കോമ്പിനേഷനാണ്. ഈ ടൊമാറ്റോ ചട്നിയും ചെറുപയർ പരിപ്പ് ദോശയും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് അറിയിക്കണം. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം. ഇത് കണ്ടില്ലേ, നന്നായിട്ട് മൊരിയിച്ച് ഒരു ദോശ എടുത്തിട്ടുണ്ട്. സൂപ്പർ ദോശ.